ശരിക്ക് ശരി നൽകാം. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായി എടുത്തിട്ട് എഴുതാനാണ്. 1 അൽ ഹറൂഫുൽ ഖമരിയ, ബ്രാക്കറ്റിൽ ഓപ്ഷൻസിൽ ഇബറി ഹജ്ജക്ക വഖിഫ് അഖീമഹു. അവിടെ 2 ഉദാഹരണത്തിലും വ്യത്യാസമുള്ളത് അഖീമ എന്നുള്ള വാക്കിലാണ്. ഒന്ന് ഖാഫാണ്, ഒന്ന് കേഫാണ്. അപ്പോൾ അഖീമഹു ഖാഫ് ഉള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. 2 അള്ളാഹു എന്ന ഇസ്മിലുള്ള ലാമിന് പറയുന്നു എന്ത് പേരാണ്? അള്ളാഹു എന്ന ഇസ്മിൽ അതിലുള്ള ലാമിന് എന്ത് പേരാണ് നമ്മൾ പറയുന്നത്? ലാമുൽ കറാമ എന്നാണോ, ലാമുൽ ജലാല എന്നാണോ? ലാമുൽ ജലാലത്ത് എന്നാണ് പറയുക. 3 റാഇൻ്റെ മഖ്റജ്, നാവിൻ്റെ തലയുടെ മുതുകും മേലെ മുൻപല്ലിൻ്റെ എന്താണ്, ഇവിടെ നിന്നാണ്? മുൻപല്ലിൻ്റെ തലയുമാണോ അല്ലെങ്കിൽ മുൻപല്ലിൻ്റെ ഊനുമാണോ? ഉത്തരം ഊനുമാണ് എന്നുള്ളതാണ്. 4 ഇസ്തിഅലാഇൻ്റെ അക്ഷരങ്ങൾ എല്ലാ സമയത്തും ഉച്ചരിക്കേണ്ടത് ബ്രാക്കറ്റിൽ തർക്കീക്കായിട്ടാണ് അല്ലെങ്കിൽ തഫ്ഖീമായിട്ടാണ്. ഉത്തരം തഫ്ഖീമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. 5 വായ നിറയും വിധം ശബ്ദം നൽകുന്നതിനാണ് ബ്രാക്കറ്റിൽ തഫ്ഖീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തർക്കീക്ക് എന്ന് പറയുന്നത്. ഉത്തരം തഫ്ഖീം എന്ന് പറയുന്നത്. അപ്പോൾ വായ നിറയെ ശബ്ദം ആക്കുന്നതിനെ തഫ്ഖീം എന്നാണ് പറയുന്നത്. ഓക്കെ. 6 നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? തജ്വീദിൽ എന്താണ് അതിന് പറയാം? തർക്കീക്കാണോ അല്ലെങ്കിൽ തഫ്ഖീമാണോ? തർക്കീക്ക് ഉണ്ടാകും. നാവിൻ്റെ ഗതി താഴൽ കൊണ്ട് തർക്കീക്ക് ഉണ്ടാകും എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. 2 വീതം എഴുതാം. 1 റാഇനെ തഫ്ഖീമാക്കേണ്ട സ്ഥലങ്ങൾ. 1 റാഇൻ്റെ ഹർക്കത്ത് ലമ്മോ ഫതഹോ ആവുക. 2 റാഇന് സുക്കൂനും റാഇന് മുമ്പുള്ള ഹർഫിന് ലമ്മോ ഫതഹോ ആവുക. ചോദ്യം 2 റാഇനെ തർക്കീക്കാക്കേണ്ട സ്ഥലങ്ങൾ. 1 റാഇൻ്റെ ഹർക്കത്ത് കസ്റാവുക. 2 സുക്കൂനുള്ള റാഇന് മുമ്പുള്ള സുക്കൂനായ യാ വരിക. വേർതിരിക്കാം. തഫ്ഖീം, തർക്കീക്ക് രണ്ടും വേർതിരിച്ചെഴുതാം താഴെയുള്ള ഓപ്ഷൻസിൽ നിന്ന്. ഓപ്ഷൻസ്: വ അർസല അലൈഹിം ഫിർഔന ഖറിയ ഫകൈഫ കാന നകീർ ഫഅല റബ്ബുക മിൻ ശർരി മാ ഖലഖ്. അപ്പോൾ തഫ്ഖീമിൽ വരുന്നത് 1 തഫ്ഖീം ഫഅല റബ്ബുക ഖറിയ വ അർസല അലൈഹിം. 2 തർക്കീക്ക് മിൻ ശർരി മാ ഖലഖ് ഫകൈഫ കാന നകീർ ഫിർഔൻ. പൂർത്തിയാക്കാം. 1 ഇമാലത്ത് എന്നാൽ ആകാര സ്വരത്തിൽ ഉച്ചരിക്കലാണ്. 2 ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പുള്ള ഹർക്ക കസ്റാണെങ്കിൽ ലാമിനെ തർക്കീക്കാക്കുന്നു. 3 ലാമുൽ ജലാലത്തിൻ്റെ ലാമിൻ്റെ മുമ്പ് ഫത്ഹോ ലമ്മോ ആണെങ്കിൽ ലാമിനെ തഫ്ഖീമാക്കുന്നു. യാ ഇന്നും വാവിനും സുക്കൂനും മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹമാണെങ്കിൽ വാവിനും യാ ഇനും ഹർഫുൽ ലൈൻ എന്ന് പറയും. 5 ഹിജായിയായ ഹർഫിലാണ് സുക്കൂൻ വന്നതെങ്കിൽ ആ മദ്ദിന് ലാസിം ഹർഫി മുഖഫഫ് എന്ന് പറയും. 6 യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ എന്നതിലെ സുക്കൂനുള്ള മീമിനെ ശ്രദ്ധാപൂർവം വ്യക്തമാക്കണം. ഉത്തരം എഴുതാം. 1 ചില അക്ഷരങ്ങൾക്ക് ശംസിയായ അക്ഷരമെന്ന് പറയുന്നു. എന്തുകൊണ്ട്? സൂര്യൻ്റെ അടുക്കൽ നക്ഷത്രത്തെ കാണാത്ത പോലെ ഈ അക്ഷരങ്ങളുടെ മുമ്പ് വന്ന ലാമിനെ കാണുകയില്ല. അതാണ് ഇവക്ക് ശംസിയ എന്ന് പറയാൻ കാരണം. 2 ഖുർആനിൽ ഇമാലത്ത് ചെയ്യേണ്ട ആയത്തുള്ള സൂറത്ത് ഏത്? ഹൂദ് സൂറത്തിലാണ് കേട്ടോ. 3 ഫകാന കുല്ലു ഫിർഖിൻ ഖത്തൗദിൽ അലീം എന്നതിലെ തഫ്ഖീമും തർക്കീക്കും ജായിസാകും. എന്തുകൊണ്ട്? ഇസ്തിഅലാന്റെ ഹർഫായ ഖാഫിന് കസ്റായത് കൊണ്ട്. 4 ഖുർആൻ പാരായണം അവസാനിക്കുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? സദഖല്ലാഹുൽ അലീം എന്ന് ചൊല്ലുക.
5. സാക്കിനായ മീമിൻ്റെ വിധികൾ എന്തെല്ലാം? ഇൽഹാർ, ഇഖ്ഫാ, ഇദ്ഗാം. ഓരോ ഉദാഹരണം എഴുതാം. 1. ഇദ്ഗാമുൽ മുതമാസിലൈനി ഔ ബിഅസാക്. 2. ഇദ്ഗാമുൽ മുതജാനിസൈനി ഇർകബ് മഅന. 3. ഇദ്ഗാമുൽ മുതഖാരിബൈനി ബറബ്ബുകും. 4. അസ്ലിയായ മദ് ഖാല, ഖീല, ഖൂലു. ഹാറൂൻ, മൂസ. 5. മദ് മുൻഫസിൽ കല്ലാ ഇന്നഹ തദ്കിറ. കല്ലാ ഇന്നഹ തദ്കിറ. അവിടെ കല്ലാ ഇ അവിടെയാണ് മദ് വരുന്നത്. കാരണം അവിടെയാണ് മുൻഫസിലായിട്ടുള്ള മദ് വരുന്നത്. കാരണം അലിഫിന് ശേഷം ഹംസ വന്നത് മറ്റൊരു വാക്കിലാണ്. അതുകൊണ്ടാണ് മുൻഫസിൽ എന്ന് പറയുന്നത്. ഓക്കെ.